സർ സയ്യിദിന്റെ ഭൂമി വഖഫിന്റേത് എന്ന വിഷയത്തിൽ തളിപ്പറമ്പ് മഹല്ല് വഖഫ് സ്വത്ത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗം മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാട്ടവ്യവസ്ഥയിൽ ഏക്കർ ഒന്നിന് 5 റുപ്യ നിരക്ക് നിങ്ങൾക്ക് തുക നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 25 ഏക്കർ ഭൂമി ചാർത്താധാരമായി വാങ്ങി ഒപ്പിട്ട് കൊടുത്തത്. അതിൽ പറയുന്നത് എന്താ? 204/1967 പ്രകാരം CDME എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 99 വർഷത്തേക്ക് ലീസിന് നൽകിയിട്ടുണ്ട്. പ്രസ്തുത 25 ഏക്കറയുടെ നികുതിയും തണ്ടപ്പേരും പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിലാണുള്ളത്. അത് പള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ കൊടുത്തു. ആര്? ഇപ്പൊ വഖഫ് നിയോഗിച്ച മുത്തവല്ലി. അവിടെയാണ് കരീമൊക്കെ നടത്തിയ നിയമയുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ പ്രസക്തമാവുന്നത്. ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ വഖഫ് ഭൂമി മറ്റൊരു ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ കൈവശപ്പെടുത്താൻ തണ്ടപ്പേര് മാറ്റി വ്യാജരേഖയുണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതണ്ടേ? ലീഗുകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കത്ത് എഴുതിയോ? എന്താ ഇതിൽ പറഞ്ഞത്? തണ്ടപ്പേര് ആരുടെ പേരിലാക്കി? ജസ്റ്റിസ് ഖാലിദ് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞേനെ, ഈ പഹിയന്മാരെ ഇതിന്റെ തലപ്പത്ത് നിന്ന് മാറ്റണം. തണ്ടപ്പേര് എങ്ങനെയോ പാട്ടഭൂമിയുടെ അവകാശം എനിക്ക് വരിക? എന്താ രേഖയിൽ പറഞ്ഞത്? തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ജമ്മം വക സ്ഥലം. അങ്ങനെ ജമ്മം വകയുള്ള സ്ഥലത്തിന്റെ മേൽ തണ്ടപ്പേര് ആരുടേത് ആണ്? റവന്യൂ രേഖ പ്രകാരം അത് തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ. ഇപ്പൊ ആരെ പേരിലാ? CDME. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും നയിക്കുന്ന അസോസിയേഷന്റെ പേരിൽ. അത് മുതലാണ് ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത്. ആ രേഖ ജമായത്ത് പള്ളിയുടെ പേരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് എഴുതിയത് മുതലാണ് ഇത് പുറം ലോകം അറിയുന്നത്. കാസിം ഇരിക്കൂർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കരീം പറഞ്ഞതായി കേൾക്കുന്നത് അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഇവിടെ കള്ള സുബറേ, ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാ. നമ്മുടെ റവന്യൂ അധികൃതർക്ക് തണ്ടപ്പേര് മാറ്റാൻ വേണ്ടി കത്ത് കൊടുക്കുന്നത് ക്ലറിക്കൽ മിസ്റ്റേക്കാ ആണോ? അങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇവിടെ മറ്റാർക്കും പറ്റാത്തത് എന്താ? 113 കടമുറികൾ ഇവിടെ വാടക കൊടുത്തു കണ്ട് നടത്തുന്നില്ലേ? ആ വാടക ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ പള്ളി കമ്മിറ്റിക്ക് കിട്ടുന്നില്ലേ? മുമ്പ് നിങ്ങൾ കുടിശ്ശിക വരുത്തി ലീഗ് നേതാക്കൾ പള്ളിയെ ഭരിച്ചപ്പോ ഇപ്പൊ അത് കൃത്യമായി ഈടാക്കുന്നില്ലേ? അവർക്ക് വേണമെങ്കിൽ തണ്ടപ്പേര് മാറ്റിക്കൂടെ? തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ജന്മാവകാശമുള്ള സ്ഥലത്തിന്റെ തണ്ടപ്പേര് കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് തങ്ങളുടെ പേരിലേക്ക് മാറ്റാമെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്ന ഒരു വാടകക്കാരന് തണ്ടപ്പേര് മാറ്റിക്കൂടെ? അപ്പൊ നിങ്ങൾ നടത്തിയത് വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കമായിരുന്നു. അത് നിങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, 1976 ഈ നീക്കത്തിനെതിരെ ശക്തമായ ഇടപെടൽ ഉണ്ടായപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ നീക്കമുണ്ടായപ്പോൾ നിങ്ങളത് തീരെ ഗൗനിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ട്രിബ്യൂണൽ മുമ്പാകെ ഒരു കൗണ്ടർ കൊടുത്തു. കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചമലയാളം ഉത്തരമെന്നാണ്. കൗണ്ടർ അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം എന്നാണെങ്കിൽ, ഇതുപോലെയുള്ള സിവിൽ മാറ്ററിന് കൗണ്ടർ എന്ന് മാത്രം പറയുമ്പോൾ ഉത്തരം. നിങ്ങൾ കൊടുത്ത ഉത്തരം ഞാനൊന്ന് വായിക്കാം. ആര് കൊടുത്ത? ഈ സെക്രട്ടറി അദ്ദേഹം കൊടുത്ത ഉത്തരവ്. ഏതിൻ്റെ സെക്രട്ടറി? CDME സെക്രട്ടറി.
അദ്ദേഹം കൊടുത്ത 2021 OA നമ്പർ 76/21 കേസിലെ എഫിഡവിറ്റ്, property is not a waqf property. Hence, these respondents obtained the property from Narikod Illam by oral lease to conduct the hostel. എന്നെ പച്ച മലയാളം പറഞ്ഞാൽ നരിക്കോട് ഇല്ലം വാക്കാൽ ഞങ്ങൾക്ക് അനുമതി നൽകിയതിനാൽ, ലീസ് അനുമതി നൽകിയതിനാൽ ഇത് വഖഫിന്റെ സ്വത്തല്ല. ഏത് ഈ സെക്രട്ടറിയുടെ പള്ളിന്റെ വഖഫിന്റെ സ്വത്ത് വഖഫിൻ്റെതല്ല എന്ന് ഈ സെക്രട്ടറി ഒപ്പിട്ടില്ല. അയാൾ ഒപ്പ ഇത് കേട്ടാ, നാളെ വന്നിട്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ ഒപ്പിട്ടില്ല എന്നും പറഞ്ഞേക്കാണ്. ഇയാൾ ഒപ്പാണ്. ഇത് അവിടെ വഖഫ് ട്രിബ്യൂണൽ ഫയൽ ചെയ്തു. ഈ ഭൂമി നരിക്കോട് ഇല്ലം വാക്കാൽ ചാർത്ത് നൽകിയതിനാൽ, അങ്ങനെയുണ്ട് ഒരു ചാർത്ത് എന്താ കാസിമി? കാസിമിന് ആ മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരിക്കടുത്ത് 19-ാം മൈൽ കഴിയുമ്പം തന്നെ ഒരു വീടുണ്ട്. വാക്കാൽ കാസിം ഇരിക്കൂറിന്റെ ഉപ്പ എന്നോട് പറഞ്ഞതിനാൽ, നാളെ കയറി താമസിക്കട്ടെ ഞാൻ, വാക്കാൽ പറഞ്ഞതിനാൽ. ഇതാര് വിശ്വസിക്കാനുണ്ടോ? ലീഗുകാർ വിശ്വസിക്കും ഇത്? ന്യൂനപക്ഷ വേട്ടക്കായി BJP കൊണ്ടുവന്ന നിയമത്തിനെ കൂട്ടുപിടിച്ച് വഖഫ് സ്വത്തുക്കൾ വഖഫ് അല്ലാതാക്കി മാറ്റാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. ഈ നിയമം സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനല്ല, ആർക്കും കൈമാറ്റം ചെയ്യാനാവാത്ത വഖഫ് ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് NDAയുടെ ചില സഖ്യകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കാളിയായ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ ഭൂമി പിടിച്ചെടുക്കാനാണ് ലീഗ് നേതൃത്വം നൽകുന്ന സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റായ CDMEA ശ്രമിക്കുന്നതെന്ന് MV ജയരാജൻ പറഞ്ഞു. വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി പ്രസിഡന്റ് C അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. KPM റിയാസുദ്ദീൻ, കാസിം ഇരിക്കൂർ, PC റഷീദ്, OV ജാഫർ, കാത്താണ്ടി റസാഖ്, ചപ്പൻ മുസ്തഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു.